സ്വർണ്ണക്കപ്പ് നഗരം ചുറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. CMS സ്കൂളിലേക്കാണ് സ്വർണ്ണക്കപ്പ് അടുത്തതായി എത്തിക്കാൻ പോകുന്നത്. നേരത്തെ നഗരഹൃദയത്തിലേക്ക് സ്വർണ്ണക്കപ്പ് വരികയായിരുന്നു. രണ്ട് മന്ത്രിമാർ ചേർന്നത് ഏറ്റുവാങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. സുജിത്ത് അയ്യപ്പത്തിലേക്ക് പോകുന്നു. സുജിത്ത്, ഇപ്പോൾ സ്വർണ്ണക്കപ്പുമായി നഗരം ചുറ്റുകയാണല്ലോ. ഇനിയും ഈ പ്രധാന വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് എവിടേക്കൊക്കെ പോകുന്നുണ്ട് സ്വർണ്ണക്കപ്പ്, സുജിത്ത്? ഉന്മേഷ സ്വർണ്ണക്കപ്പാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അത് നേരെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കും. അതായത് പഴയ ബസ് സ്റ്റാൻഡ് വഴിയാണ് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നേരെ CMS സ്കൂളിലേക്ക് പോകും. CMS സ്കൂളിൽ നിന്ന് അതിനുശേഷം നേരെ പോകുന്നത് പ്രധാന വേദിയിലേക്കാണ്. നമുക്കിപ്പോൾ സ്വർണ്ണക്കപ്പ് പോകുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പുറകിലായി വാഹന വ്യൂഹമുണ്ട്. ആ വാഹന വ്യൂഹത്തിൽ മന്ത്രി V ശിവൻകുട്ടിയും ഒപ്പം തന്നെ മന്ത്രി K രാജനും വാഹന വ്യൂഹത്തിനൊപ്പമുണ്ട്. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നും CMS സ്കൂളിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. അതിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന വിപുലമായ ഘോഷയാത്ര അത് നേരെ സ്വരാജ് റൗണ്ട് ചുറ്റി നേരെ പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരും. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും സ്വർണ്ണക്കപ്പ് യാത്ര തുടരുകയാണ്. സുജിത്ത് അയ്യപ്പത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കപ്പ് ഇപ്പോൾ നഗരം ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു. നഗരഹൃദയത്തിലൂടെ സ്വർണ്ണക്കപ്പുമായുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പൂരാവേശം പോലെ തന്നെ കലയുടെ പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. മത്സരാർത്ഥികൾ വേദിയിലേക്ക് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ തന്നെ മുഴുവൻ മത്സരാർത്ഥികളും അവിടെ എത്തും എന്നാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇന്ന് രാവിലെ ആദ്യമായി എത്തിയ സംഘത്തിനൊക്കെ സ്വീകരണമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. സംഘാടന മികവ് കാണുന്നുണ്ട് ഇവിടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപടി മുന്നിലാണ് ഇവിടുത്തെ സംഘാടന മികവ് എന്നൊക്കെ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർണ്ണക്കപ്പുമായി നഗരഹൃദയത്തിലൂടെ ഇപ്പോൾ ആ വാഹനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CMS സ്കൂളിലേക്ക് ആ സ്വർണ്ണക്കപ്പ് അല്പസമയത്തിനകം എത്തിക്കും. അവിടെയും സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾ അവിടെ തയ്യാറാണ്. അധ്യാപകർ ഒക്കെ അവിടെ ഇപ്പോൾ തയ്യാറെടുപ്പുകളുമായി നിൽക്കുന്നുണ്ട്. സുജിത്തിലേക്ക് വീണ്ടും. സുജിത്ത്, വലിയ ആവേശത്തിലാണ് ഇതിനോടകം തന്നെ ഈ തൃശ്ശൂർ നഗരം. നമ്മൾ പൂരക്കാലത്ത് കാണുന്ന ആവേശമാണ്. അതുപോലെ കലയുടെ ആവേശ പൂരത്തിലേക്ക് കൂടി പോവുകയല്ലേ തൃശ്ശൂർ, സുജിത്ത്? തീർച്ചയായും കോർപ്പറേഷന് മുന്നിലേക്ക് ഈ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ CMS സ്കൂളിലേക്ക് എത്തിച്ചേരും. അത് സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര കയറും. ഈ വാഹനത്തിന്, അതായത് സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന്റെ തൊട്ട് പിറകിലായി മന്ത്രി K രാജനും V ശിവൻകുട്ടിയും സനീഷ് കുമാർ ജോസഫ് MLAയും തൃശ്ശൂരിന്റെ മേയറായിട്ടുള്ള ഡോക്ടർ നിജി ജസ്റ്റിനും ഒപ്പമുണ്ട്. അനുധാവനം ചെയ്യുന്നുണ്ട് ഈ യാത്രയെ. 12,000 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വിപുലമായ, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിപുലമായ കലാമേള, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ തവണ ജേതാക്കളായത് തൃശ്ശൂർ ജില്ലയാണ്. 1008 പോയിന്റ് നേടി തൃശ്ശൂർ ജില്ലയാണ് കപ്പ് ഉയർത്തിയത്. ആ കപ്പിന്റെ ഉയർത്തൽ ഇത്തവണയും ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും വിപുലമായ സംഘാടനം, വർണ്ണാഭമായ സംഘാടനം തൃശ്ശൂരിന് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ സംഘാടനത്തിന്റെ മികവ് ഇതിലെമ്പാടും കാണാനും കഴിയുന്നുണ്ട്. കാരണം ഈ ഗ്രാമങ്ങളിലും അതോടൊപ്പം നഗരത്തിൽ നിന്ന് വ്യത്യാസമില്ലാതെ ആളുകളുടെ ഒരു പങ്കാളിത്തം കാണുന്നുണ്ട്. ഈ കോർപ്പറേഷന് മുന്നിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മേയർ അടക്കമുള്ളവർ, മേയറും കൗൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ അവർ സന്നിഹിതരായി ഇരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും എല്ലാം തന്നെ പുറത്തായി എങ്ങനെയാണോ പൂരം സംഘടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഈ കലയുടെ പൂരം സംഘടിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും വലിയ കൂട്ടായ്മയോടുകൂടി ഒരു ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് 25 വേദികളിലായി 12,000-ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മഹാമേളത്തിന് ഒരുക്കങ്ങൾ എല്ലാ തരത്തിലും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ വേദികളും പൂർണ്ണമായും സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷന്റെ മുന്നിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതിനപ്പുറത്ത് സ്വരാജ് റൗണ്ടാണ്. സ്വരാജ് റൗണ്ടിലേക്ക് ഈ യാത്ര തുടരും. സ്വരാജ് റൗണ്ടിൽ നിന്ന് നേരെ CMS സ്കൂളിലേക്കാണ് പോകുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അല്പസമയത്തിനകം തന്നെ ഇവർ ഇവിടേക്ക് ഈ കോർപ്പറേഷൻ മുന്നിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ വാഹന വ്യൂഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് യാത്ര തുടരുന്നത് CMS സ്കൂളിലേക്കാണ്. ശരി സുജിത്ത്, ഏതായാലും വലിയ ആവേശത്തിൽ തൃശ്ശൂർ ഇപ്പോൾ കലാമാമാങ്കത്തിന് നാളെ തിരിതെളിയും. ഇപ്പോൾ സ്വർണ്ണക്കപ്പുമായുള്ള യാത്ര അത് നഗരം ചുറ്റുകയാണ്.
പ്രധാന വേദിയിലേക്ക് അത് അല്പസമയത്തിനകം എത്തിച്ചേരുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.